നമസ്കാരം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മെത്രാന്മാർക്ക് ഈ സമുദായത്തിലെ എല്ലാവരുടെയും അട്ടിപ്പേർ അവകാശം ആരാ എഴുതി കൊടുത്തത്? ഇവർ കുർബാനൊക്കെ ചൊല്ലി വേഞ്ഞും പുറക്കൊക്കെ അടിച്ച് കയറ്റി ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊന്തെത്തിച്ച് നടക്കേണ്ട ആൾക്കാരല്ലേ. ഇപ്പോൾ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാറ് ബിഷപ്പ് വീട്ടിലെ കളിയില്ല, ജോസഫ് പെരുന്തോട്ടം. ഇവർ വീട്ടുപേരിൻ്റെ വാലിങ്ങനെ ചേർക്കണം. അതുകൊണ്ട് കൺഫ്യൂഷനാണ്, ഇവരുടെ പേരുകൾ തമ്മിൽ മാറിപ്പോവും. പക്ഷേ ഫ്രാങ്കോ മുളക്കലെ എനിക്കൊരിക്കലും തെറ്റില്ല, ആലഞ്ചേരിനെ തെറ്റില്ല, കാരണം അവരൊക്കെ ഫേമസ് അല്ലേ. ഇപ്പോൾ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പെരുന്തോട്ടം ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ് യുവാക്കളൊക്കെ വിദേശത്ത് പോകണത്. കേരളം ഒരു വൃദ്ധസദനമായി മാറുകയാണ്. ശരിയാണ്, കേരളത്തിലെ തൊഴിലവസരങ്ങൾ ഇവർ വിചാരിച്ചാൽ എത്ര കൊടുക്കാൻ പറ്റും? ഈ സഭേൻ്റെ എത്ര സ്ഥാപനങ്ങളുണ്ട്, ലക്ഷങ്ങൾ കൊടുക്കാണ്ട് ഒരു പണി അവിടെ കിട്ടുക. കോടിക്കണക്കിന് രൂപേൻ്റെ ആസ്തിയുണ്ട്. ഈ കേരളത്തിൽ പാവപ്പെട്ട ഒരു ക്രിസ്ത്യാനിക്ക് ഒരു 10 രൂപ ചായ കുടിക്കാൻ കൊടുക്കുന്ന ഒരു സ്കീം ഞാൻ കണ്ടിട്ടില്ല. ഇവർ സുഖിച്ച് ജീവിക്കണം. എന്നിട്ട് കേൾക്ക്, ഈ വൃദ്ധസദനായി മാറുന്നതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അത് വീട്ടിൽ എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും മക്കൾ പോവും ഗൾഫിൽ, എന്നിട്ട് അവിടെ പോയിട്ട് പിള്ളേരെ ഉണ്ടാക്കും. പിള്ളേരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ നോക്കാൻ വേണ്ടി തന്തനെ തള്ളനെ ഇവിടുന്ന് കൊണ്ടുപോകും. പരിപ്പ് എടുക്കുമ്പോൾ അവിടെ നിർത്തും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എമിഗ്രേഷനിലുണ്ടായി CI ആയിട്ട് റിട്ടയർ ചെയ്ത എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞ, കണ്ണ് കാണാണ്ടൊക്കെ ആകുമ്പോൾ മെല്ലെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് നെടുമ്പാശ്ശേരി ഇറക്കും. വീൽ ചെയർമേൽ വന്ന് ഒരു ഹോം നേഴ്സ് വന്ന് കൊണ്ടുപോകും. പിന്നെ അവരുടെ കാര്യം കട്ടപ്പോക. മക്കൾ സുഖിക്കാൻ പോവുകയാണ് വിദേശത്ത്. സഭ പഠിപ്പിക്കണം, മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണമെന്ന്. വെറും ജോലി തേടി മാത്രമല്ല വിദേശത്ത് പോണത്, സ്വത്തും മുതലും എസ്റ്റേറ്റും ബംഗ്ലാവും ഉള്ളവരും പോണ വിദേശത്ത് എന്തിനാ? അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഒറ്റക്ക് ജീവിക്കാൻ, സുഖിച്ച് ജീവിക്കാൻ. ഇവിടെ ആകുമ്പോൾ ആർക്കെങ്കിലും ഒരു 10 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ ആകുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കണ്ട. അവിടുത്തെ കൾച്ചർ, ഇംഗ്ലീഷ് ഡാഡി മമ്മി കൾച്ചറിലൊക്കെ അവിടെ ജീവിക്കാൻ. സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, യൂറോപ്പില, കാനഡ, US, UK എല്ലാ സ്ഥലത്തും പോയിട്ട് ഇതേപോലെ തന്തൻ്റെ തള്ളൻ്റെ പരിപ്പെടുത്തിട്ട് ഇങ്ങോട്ട് വിടും. വൃദ്ധസദനായി മാറാണ്ട് നിൽക്കണമെങ്കിൽ സഭ മേലധികാരികൾ തന്തനെ തള്ളനെ നോക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. കുനിഷ്ടം കുണ്ണായ്മയും പഠിപ്പിച്ചു കൊടുക്കരുത്. വേദപാഠ ക്ലാസ്സിൽ മാതാപിതാക്കളെ എങ്ങനെ നോക്കണം, അവരെങ്ങനെ സംരക്ഷിക്കണം. ഈ സഭേൻ്റെ സ്ഥാപനങ്ങളിൽ 1 രൂപ കൈക്കൂലി മേടിക്കേണ്ട ഒരാളെ കയറ്റൂല. എത്ര കോളേജുകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ട് വൃദ്ധസദനായി മാറിക്കൊണ്ടിരിക്കണം. അത് നിങ്ങളുടെ പിതാക്കന്മാരുടെ പള്ളിയിലെ അച്ഛന്മാരുടെയും പോരാഴികയാണ്. കേരളം വൃദ്ധസദനായി മാറിക്കൊണ്ടിരിക്കണം. ഈ തെക്കൻ ജില്ലകളിൽ കുമ്പനാട് ആ ഭാഗത്തൊക്കെ ഞാൻ കേട്ടറിവേണ്ട, വലിയ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ചില വീട്ടിൽ ആരും ഉണ്ടാവില്ല. ചില വീട്ടിൽ പ്രേതാലയം പോലെ ഒരു വയസ്സായ അപ്പനും അമ്മ ഉണ്ടാവും, അവരെ നോക്കാൻ ഹോം നേഴ്സുമാരും ഉണ്ടാവും. മക്കൾ സുഖിക്കുക വിദേശത്ത് പോയിട്ട്. കാരണം ഇവർ ഇടയ്ക്ക് വന്ന് നോക്കുകയും കൂടി ഇല്ല. കാരണം ഫാമിലി ഒന്നായിട്ട് ഇവിടെ വരുമ്പോൾ ഒരുപാട് എമൗണ്ട് ആവും. അപ്പോഴും കുറഞ്ഞ ജീവനുണ്ടെങ്കിൽ തന്തനെ തള്ളനെ അങ്ങോട്ട് കൊണ്ടുപോകും, ജസ്റ്റ് ഒരു വിസിറ്റ്. അപ്പോൾ ഒരു 4 ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ എക്സ്പെൻസ് ആവില്ല, ഇവിടുന്ന് 2 ആൾ പോയി വരാൻ. ഇങ്ങനെ കണക്ക് കൂട്ടി പിസ്കിയും അച്ചായന്മാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ തന്തനെ തള്ളനെ നോക്കൂല, മാതാപിതാക്കളെ നോക്കൂല. വൃദ്ധസദനമാകും. അതിന് മെത്രാൻ ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയണ്ട. ആദ്യം തന്നമ്പലം നന്നാക്കിയിട്ട് പൊന്നമ്പലം നന്നാക്കി. 10,000 കോടി സ്വത്ത് പണത്തിൻ്റെ ആസ്തിയുള്ള സഭ എത്ര ആസ്പത്രി നടത്തുന്നുണ്ട്. അവിടെ ഒന്ന് അഡ്മിറ്റായിട്ട് അവിടുത്തെ ബില്ലൊന്ന് നോക്കിയേ. എറണാകുളത്തെ ലിസി ആയിക്കോട്ടെ, ലൂർദ് ആയിക്കോട്ടെ, ഈ പണമൊക്കെ എങ്ങോട്ട് പോകണം? ആർത്തി മാറൂല. 1 രൂപ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ എത്രയുണ്ട് കേരളത്തിൽ? എന്തെങ്കിലും സഹായിക്കാനുള്ള സ്കീമുണ്ടാവും. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് മിഷണറി നടത്തുകയാണല്ലോ, മിഷണറി. അവിടെ ഞാൻ പറഞ്ഞല്ലേ, പണ്ട് 10-35 കൊല്ലം മുമ്പ് ആസാമിൽ ഞാൻ കണ്ടതാണ്. ഫാം ഹൗസൊക്കെ നടത്തുകയാണ് അച്ഛന്മാർ. തൊട്ടപ്പുറത്ത് കുറേ അപ്പുറത്ത് വിട്ടിട്ട് കന്യാസ്ത്രീകളുടെ മഠം. പക്ഷെ താമസം ഇംഗ്ലിങ് ഫാം ഹൗസിലാണ്. ഞാനവിടെ ചെന്നത് അവർക്ക് ഇഷ്ടമായില്ല. കാരണം അവിടെ ആസാമിലുള്ള എൻ്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ടുപോയതാണ്. അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ജസ്റ്റ് നിൻ്റെയൊക്കെ ജാതിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടുകാർ മലയാളികളെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാണ്. ഞാനവിടെ ചെന്നത് അവർക്ക് ഇഷ്ടമായില്ല. രഹസ്യം പൊളിയൂലേ? ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടായാലും ഞാനിത് വിളിച്ച് പറഞ്ഞല്ലോ. അതാണ് പറഞ്ഞത്. സഭേൻ്റെ കാര്യം, ഈ ജനങ്ങളുടെ കാര്യത്തിൽ കയറി ഇവരാണ്ട് ഇടപെടുക, ബാർഗെയിൻ ചെയ്യുക,
അതില്ല ഇതില്ല ഇഷ്ടം പോലെ. ഇപ്പം ഇടയ്ക്ക് പമ്പളായിന് പറയും റബ്ബറിന് വില ഇല്ല, അതില്ല ഇതില്ല. ഇവരൊക്കെ അതിനാണ് നിർത്തിയേക്കണം. ഈ കുഞ്ഞാടുകളെ ആത്മീയമായിട്ട് ഉയർത്തണം. കുഞ്ഞാടുകളെ എപ്പോഴും കുരിശരിച്ച് കൊന്ത, അല്ലാണ്ട് സീറോ മലബാർ എന്ന് പറയും തമ്മിലടി പ്രശ്നങ്ങളും മുഖമാണോ ബാക്കാണോ കാണിച്ചു കൊടുക്കേണ്ടത്, ഇതൊക്കെയാണ് പ്രശ്നം. അതേപോലെ ഇപ്പം എൻ്റെ കൗൺസിലിൽ ഒരു ഗുണ്ടനെ ആക്കിയെന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കി. അവനവൻ്റെ പ്രശ്നങ്ങൾ പത്രത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ കേൾക്കണം. തമ്മിലടിയും പ്രശ്നങ്ങളും കേസും കുട്ടീശ്വരവും സഭകൾ തമ്മിൽ എന്തിന് സ്വത്തും പള്ളി മുതലും വീതം വെക്കാൻ. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും പിതാക്കന്മാർ. അതിൻ്റെ ഇടയ്ക്ക് ആലഞ്ചേരി ഒന്ന് അടിച്ചു മാറ്റിയെന്നൊക്കെ കേട്ടത് ഇപ്പം കേൾക്കണില്ല, മനസ്സിലായ? അപ്പോൾ വെറുതെ ചിരിപ്പിക്കരുത്. കാരണം എൻ്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പിതാക്കന്മാർ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കളിയാക്കുമ്പോൾ അതിൽ ഞാനും പെടുന്നുണ്ട്, മനസ്സിലായ? അപ്പോൾ ക്രിസ്ത്യാനികളുടെ എല്ലാ അട്ടിപ്പേറും ഇപ്പോൾ നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല. ആദ്യം സഭേൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കെങ്കിലും ജോലി കൊടുക്കാൻ ശ്രമിക്കും. കൊടുക്കൂല. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇട്ട് വീഞ്ഞും പോർക്കും അടിച്ച് കയറ്റി എന്താ പറയേണ്ടതെന്ന് നിശ്ചയമില്ല, ആരോടാ പറയേണ്ടതെന്ന് നിശ്ചയമില്ല. ഇതൊന്നും അല്ല സഭാപിതാക്കൾ. കർത്താവ് എവിടെ കിടക്കണം, നിങ്ങളെവിടെ കിടക്കണം? യേശു ക്രിസ്തുവായിട്ട് വല്ല ബന്ധമുണ്ട് നിങ്ങൾക്ക്? അത് ആരാന്നറിയോ? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് തോന്നല്ല നിങ്ങൾ കർത്താവിനൊക്കെ അറിയുന്ന ആൾക്കാരാണെന്ന്. അയ്യോ, ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.